ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാ കേബേജ് കൊണ്ട് നമുക്ക് മുട്ട പൊരിച്ചെടുക്കട്ടോ. അതാ കേബേജ്, മുട്ട, വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാതും ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയിട്ട് പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിനുശേഷം ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം പച്ചമുളക് ഇട്ട് ഒരു തക്കാളി ഇട്ട് ഇങ്ങനെ ചെയ്തിക്കണോ ഇല്ലെങ്കിൽ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കി നോക്കുക. അതിന് ശേഷം ഇതാ പച്ചമുളക് ഇട്ടു, തക്കാളി ഇട്ട്, വലിയ ഉള്ളി ഇട്ട്. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക. അതിന് ശേഷം ഇതാ അതിലേക്ക് മിക്സിയിലേക്ക് നമുക്കത് കുരുമുളക് ഇട്ട് അത്യാവശ്യത്തിൽ ഉപ്പിട്ട് ഇതാ 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെ നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ? അതിലേക്ക് ബട്ടൺ കാണുമ്പോൾ ഒന്ന് ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കുള്ള വീഡിയോസ് എല്ലാം എൻ്റെ വീഡിയോസ് എല്ലാം ഫുള്ളായി കാണണേ, സ്ലിപ്പ് ചെയ്യാതെ കാണാം. ഇതാ മുട്ടയും നമ്പർ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇടിക്കുക. അതിന് ശേഷം ഇത് അപ്പോഴാണ് ആങ്ങളെ ഐസ്ക്രീം വന്നപ്പോൾ ഉമ്മക്ക് ഐസ്ക്രീം കഴിക്കാൻ ഷുഗറുള്ള ആളാണ്, എന്നാലും മധുരം കഴിക്കാതിരിക്കില്ല. ഷുഗറിലൊക്കെ ഇങ്ങനെ മധുരം കഴിച്ചാൽ ഉമ്മക്ക് ഇങ്ങനെ ഉമ്മക്ക് ഇങ്ങനത്തെ കഴിച്ചാലൊക്കെ നല്ല ഇഷ്ടമാണ്. അതിന് ശേഷം ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായ ശേഷം ഇതാ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ചട്ടി ഒരു ഭാഗത്തിരിക്കണില്ല. അതിന് ശേഷം നമ്മളിതാ കേബേജ് ആദ്യം ചട്ടിയിലിടുക. നിങ്ങൾക്ക് എരിവുള്ളതിനനുസരിച്ച് എല്ലാം ചെയ്തുകൊണ്ടിട്ടില്ല. ഞാൻ ഇത് കുറച്ച് എരിവ് അധികമായിരുന്നു സംശയമുണ്ട്. നല്ല കുരുമുളക്, നല്ല പച്ചമുളക് നല്ല എരിവുണ്ടായിരുന്നു. ആകെ പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് എടുത്താൽ മതി. കുരുമുളകിലൊക്കെ നല്ല എരിവില്ലല്ലേ. അതാ കേബേജിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് ചോത്തമുളക് കുരുമുളക് ഒക്കെ എന്ന് പറയാം. ഞാൻ ഇട്ടപ്പോൾ കുറച്ചധികമായി, അപ്പോൾ നിങ്ങൾ നുള്ളിച്ചിട്ടായിട്ടാണ്. അങ്ങനെ ഇതാ കേബേജ് ഒന്ന് വെന്ത ശേഷം നമുക്കിതാ നമ്മൾ കലക്കി വെച്ച കോഴിമുട്ടയല്ലേ അതായിക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് വേവണട്ടില്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാളിങ്ങനെ കടിക്കലുണ്ടാവില്ലേ, അത് ചിലപ്പോൾ ഉണ്ടാവും. അതില്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാലും അതിന് കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം അങ്ങനെ ചെയ്തോളുണ്ട്. ഇങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾ കമൻറ്റിൽ എഴുതുക. ശരിയായിരിക്കും, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറയല്ല. അങ്ങനെ ഇതാ പക്ഷെ നമ്മൾ വലിയ ചട്ടിയില്ലേ, പരന്ന ചട്ടിയിൽ ഒഴിക്കണേക്കാൻ അതിനേക്കാൾ നല്ലത്, ഇതിനേക്കാൾ നല്ല അതാട്ടോ. അതാ ആ വെന്ത ശേഷം ഇതാ ഞാൻ മറിച്ചിട്ടാ. നിങ്ങളിതെന്താ മറിച്ചിട്ട് തന്നെ കാട്ടാൻ. അപ്പം എന്താ പറയുക, ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ അതുകൊണ്ടാണ് മറിച്ചിട്ട് കാട്ടാൻ. മറിച്ചിട്ട് ഇതാ ഇനി നമുക്കിതാ അതൊരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. ഇതാ റെഡി ആക്കണം. ചൂടൊക്കെ തിന്നാൽ നല്ല രസം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നല്ല അടിപൊളി. അതിനുശേഷം ഇതാ ഞാൻ അത് കൂടി ഭക്ഷണം കഴിക്കത്തില്ലേ. അതെന്താ ചായ, എനിക്ക് ചോറിട്ട് ചായ കിട്ടി ഞാൻ ചോറ് കഴിക്കും. അതാ നിങ്ങൾ ഇതെന്താ അതിൽ മീനുണ്ട്, ചോറ്
ചോറിൽ കുഴച്ചിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ, നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എൻ്റെ വീഡിയോസ് ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല അടിപൊളി, നല്ല രസം ഉണ്ടായിരുന്നു. നിങ്ങളെടുത്തിപ്പോൾ എന്താപ്പോൾ അത് കള, അതെന്തെന്നറിയാം, മീൻ പൊരിച്ച ചട്ടിയില്ലേ, അതിൽ ചോറിട്ട് കുഴച്ചതാണ്. എനിക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവും, ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. അത് ചില ദിവസം ചില ഇതാണ്. അങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അതാണ് നല്ല രസം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ എന്താ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.